ഹലോ, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മുഹല്ലബിയുടെ റെസിപ്പിയാണ്. പേര് കേട്ടിട്ടൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. ഇതൊരു പുഡിങ്ങാണ്. വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സെർച്ചിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ സൗദ എന്ന് അടിച്ചു കൊടുത്താൽ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 200 ml ഒരു കപ്പിന് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അവിടെ നിന്ന് സ്റ്റൗവിലേക്ക് വെക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2.5 സ്പൂണ് തണുത്ത പാലൊഴിച്ചിട്ടൊന്ന് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. സ്റ്റവിൽ വെച്ച പാലിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈ വെക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഏകദേശം പതച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് 2-3 മിനിറ്റ് നന്നാക്കി ഇളക്കി കൊടുക്കണം. ചെറിയ ചൂട് തണിഞ്ഞിട്ട് നമുക്കിത് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി 2 ഗ്ലാസ്സിലും. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഞാനിത് 2 ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമുക്ക് അടുത്ത ലെയർ ചെയ്തെടുക്കാൻ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂണ് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുക. കട്ടയില്ലാതെ ഇളക്കിയെടുക്കണേ. തണുത്ത പാൽ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും. ഇനി ഇത് മാറ്റി വെക്കാം. ഞാൻ ഓറഞ്ചിൻ്റെ ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 ഓറഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കണം. ഞാനിതൊന്ന് പിഴിഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് വരാം. 1/2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചൊന്ന് സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിലേക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ ഒരു 1/4 ടീസ്പൂൺ ചേർത്തുന്നുണ്ട് കേട്ടോ. ഒരു 2 ഡ്രോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അത് ഏകദേശം ആയിട്ട് വന്നിട്ട് കേട്ടോ. തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ചത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഓറഞ്ചിൻ്റെ ജെല്ലൊന്ന് ഒഴിച്ചെടുക്കുക. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മുടെ മോഹല്ലബിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തോതിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് കോക്കനട്ട് പൗഡർ കളറിട്ടതാണ്. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പൂണ് വെച്ച് കോരി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഹല്ലബിയ എന്ന് പറഞ്ഞ പുഡിങ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ റോസ് വാട്ടറൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ നിൽക്കുക. വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ